ഞങ്ങൾ രണ്ടുപേരും കാലിന് ഇതെന്താ ഈ സാധനം പറ്റിയേക്കുന്നില്ല ഒരു അത് ഞങ്ങൾ ഒരാളുടെ അല്ല രണ്ടുപേരും കാലിന് ഒരുമിച്ചാണ് പറ്റിയേക്കുന്നത്. ഇത് ഞങ്ങള് സത്യം പറഞ്ഞ ഒരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ, ഒരു വൻ പരീക്ഷണം. ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായി ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഫുഡ് പാഡ് എന്ന് പറയുന്നത്. ഡീടോക്സ് പാച്ചസ് ആണ്, ഫുഡ് ഡീടോക്സ് പാച്ചസ് ആണ്. ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ട്. എന്താണ് ഈ ഫുഡ് ഡീടോക്സ് പാച്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, സ്റ്റിക്കർ കാലിൻ്റെ അടിയിൽ നിന്ന് ഉരിച്ചപ്പോൾ കറുത്ത കളർ വരുന്നില്ലേ? ഇത് ഫുള്ള് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലത്തെ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ പോയിസണസ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ബോഡി തള്ളിക്കളയുന്നതാണ്. അതിനാണ് ബോഡി ഡീടോക്സ് എന്ന് പറയുന്നത്. സാധാരണ ബോഡി ഡീടോക്സിന് ഒന്നും ആവശ്യമില്ല, നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക് മെക്കാനിസം ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ ഓർഗൻസ് കാരണം കിഡ്നി, ലിവർ, സ്കിൻ, ഡൈജസ്റ്റ് സിസ്റ്റം ഇതൊക്കെ വഴിയാണ് ഈ ബോഡി ഡീടോക്സ് ശരിക്കും നടക്കുന്നത്. പക്ഷെ ഇത് നമ്മളുടെ കാലിന്റെ അടിയിൽ കൂടെ ഫൂട്ടിൽ കൂടെയാണ് ഈ പ്രാവശ്യം ഡീടോക്സ് നടന്നേക്കുന്നത്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പരീക്ഷണം. ശരിക്കും ഇത് ഡീടോക്സ് ആണോ നടന്നേക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു സാധനമാണ് ഇത്. നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. ഈ ഒരു അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. ഈ സാധനം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ബോക്സ് ആണ് വന്നേക്കുന്നത്. അതില് 10 പെയറും 2 ബാഗ്സും ഇങ്ങനെയാണ് കണ്ടേക്കുന്നത്. ഫുഡ് പാഡുകൾ. ഇതിന്റെ എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജിഞ്ചർ പൗഡർ, ബാംബൂ വിനീഗർ. ഇത് ശരിക്കും മനസ്സിൽ വെക്കണം. ബാംബൂ വിനീഗർ, വുഡ് വിനീഗർ, ടർമലിൻ, വൈറ്റമിൻ സി, പ്ലാന്റ് ഫൈബർ, ഡെക്സ്ട്രിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിൽ ഈ ഫുഡ് പാച്ചസിൽ ഉള്ളതെന്ന് പറയണത്. ഇത് നമുക്ക് തുറന്ന് നോക്കി നോക്കാം കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ നമ്മൾ ഈ സാധനം വെച്ചിരിക്കണം. ഇത് എങ്ങനെ വെക്കണ്ടേന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. 8 മണിക്കൂർ ഇത് വെച്ച് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ഡീടോക്സ് സംഭവിക്കും. നമ്മുടെ ഉള്ളിലത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ പുറത്തു വരും, ഈ പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും എന്നാണ് പറയണത്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി നല്ല ഉറക്കം കിട്ടും. സ്ട്രെസ് ഒക്കെ മാറ്റി നമ്മുടെ ഉള്ളിൽ ഒരു ഈവൻ ഡിപ്രഷൻ ഇതിൽ വരെ സഹായം കിട്ടും പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ആണ് ഇതിനുള്ളത്. അതിനാണ് ഈ ബോഡി ഡീടോക്സ് നടത്തുന്നതും നമ്മുടെ ഉള്ളിലത്തെ ഇംപ്യൂരിറ്റീസ് ഒക്കെ തട്ടിക്കളയുന്നു പറയുന്നത്. എന്നാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. നമുക്കറിയണല്ലോ ഇത് ശരിക്കും ഇതൊരു ബോഡി ഡീടോക്സ് നടക്കണമെങ്കിൽ ഇതൊരു അപാര സാധനം തന്നെ പറയാം. അതല്ല ഇതൊരു സ്കാം ആണോ തട്ടിപ്പാണോ എന്താണ് ഈ കറുത്ത സാധനം വരണേ എന്നൊക്കെ നമുക്ക് പറയണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു 8 hours ഒരു ഇതാണ് കാണിക്കുന്നത്, ഒരു റിവ്യൂ ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ. ഇത് പല ബ്രാൻഡ്സിന്റെയും കമ്പനിയുടെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും, സെയിം തന്നെയാണ്. നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡ്. ഇപ്പൊ നിങ്ങൾ പലരും പല ബ്രാൻഡ്സ് ആവും യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എന്തായാലും ഇതിലെങ്ങനെയാണ് ഉള്ളിൽ വെക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഒരു 8 hours ഞങ്ങളുടെ ഒരു ജേർണിയാണ്. 8 hours ഈ ഫുഡ് പാഡ് വെച്ചിട്ടുള്ള ഒരു ജേർണിയാണ് നമ്മൾ കാണുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഇതിന്റെ കറക്റ്റ് റിവ്യൂ ഞങ്ങൾ പറഞ്ഞുതരാം. ഈ ഫുഡ് പാഡിന് അങ്ങനെ ബ്രാൻഡൊന്നും ഇല്ലാന്ന് വന്നിട്ട് തോന്നുന്നത്. കാരണം സാധാരണ ഏതെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേര് കാണില്ല. അതിനിങ്ങനെ ബ്രാൻഡിൻ്റെ പേരൊന്നും കണ്ടില്ല, ജസ്റ്റ് ഫുഡ് പാഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 പാക്കറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഒരു പാക്കറ്റ് പൊട്ടിക്കാന്ന് വെച്ചാൽ, കാരണം സെയിം സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കറക്റ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പാക്കറ്റ് ഞാൻ പൊളിച്ച് അമ്മച്ചിക്ക് അപ്പോഴേക്കും മറ്റേ പാക്കറ്റ് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ കുറേ ഇങ്ങനത്തെ ഒരു ഷീറ്റ് പോലെയും പിന്നെ ഇങ്ങനത്തെ കുഞ്ഞി സാഷേസും, ഇങ്ങനെ 2 ടൈപ്പ് സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സാഷേസും ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെ ഈ ഷീറ്റ് പോലെ എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സാണ്. ഇതിലാണ് പശ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് വേണം ഈ പശയുള്ള മറ്റേ ആ ഒരു സ്റ്റിക്കർ പോലത്തെ സാധനമില്ലേ, അതിൽ വേണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന്. അതെ, ആ സ്ക്വയർ ഷേപ്പുള്ള ഈ സാധനം നമ്മൾ സ്റ്റിക്കർ ഉരിച്ചിട്ട് ഈ സൈഡ് വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം മറ്റേ സൈഡ് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് വേണം ഈ സൈഡ് വേണ്ടത്. ഇത് നമ്മൾ കാലിൻ്റെ ഭാഗത്ത് വേണം ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതേ ഒട്ടിച്ച് കൊടുത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കുറച്ചിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം, നന്നായി സ്റ്റിക്കാവണം. ഞാൻ കാല് കഴുകാൻ പോവാട്ടോ. കാരണം ഇത് നമ്മള് കാലില് സ്റ്റിക്ക് ചെയ്യണേക്കാളും മുമ്പ് കാല് നന്നായിട്ട് വാഷ് ചെയ്യണം. 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മള് നല്ലപോലെ കാല് കഴുകി വൃത്തിയിലാക്കണം. ഡേർട്ടും കാര്യങ്ങളൊന്നും പാടില്ല. കാല് നല്ല
കഴുകി വൃത്തിയാക്കണം. ഞാൻ കഴുകാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയേക്കുവാണ്. ഓക്കെ, ശരിക്കും കഴുകൂ, കാല് ശരിക്കും കഴുകൂ, 2 കാല് വെച്ച് തേച്ച് കഴുകൂ, 2 കാല് വെച്ച് തേച്ച് ഉരച്ച് കഴുകൂ, ഉരയ്ക്കൂ ഉരയ്ക്കൂ ബേബി, കാല് വെച്ച് ചുമ്മാ ഇങ്ങനെ ആക്കല്ല, കാല് വെച്ച് ഉരയ്ക്കൂ. സോപ്പിട്ട് തേച്ച് എന്റെ കാലോട് ഇങ്ങനെ ഇങ്ങനെ 2 കാല് മതി. ഇനി കാലോട് സ്പ്രെഡ് ചെയ്യാം, മറ്റേ കാല് അത് തന്നെ മിടുക്കി, കാല് കുത്തി അതെ തേച്ച് ഒഴിച്ച് കഴിവ്. ഞാൻ വഴിക്ക് വീഴും തോന്നുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഞാൻ ക്യാച്ച് കൊടുത്തോളാം. ഞാൻ വീണാലും എന്റെ ഫോൺ പേടിക്കണ്ട. അടുത്തത് നിന്റെയാണ്, നീയും ട്രൈ. ഞാനോ എനിക്ക് കാല് വെച്ചേക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. രണ്ടുപേരും ഒരുമിച്ച് ബോഡി ഡീടോക്സ് ചെയ്യും. എന്റെ ഉള്ളിലത്തെ ഇമ്പ്യൂരിറ്റി മാത്രം പോയാ പോരാ. നിന്റെ കഷ്ടമുള്ളത് എന്റെ കാല് മാത്രം. ഓക്കെ, എന്റെ കാല് ഞാൻ ഓൾറെഡി സോപ്പൊക്കെ ഇട്ടതാട്ടോ. തേച്ചൊരച്ച് കഴുകാം ചുക്ക. ഇങ്ങനെ വേണം കാലുകൊണ്ട് ഒരച്ച് ചെയ്യുവാൻ. ഇങ്ങനെ ബാക്കൊക്കെ, പിന്നെ ഈ സൈഡൊക്കെ. അംജുക സെറ്റ് ആയില്ലേ? കാലൊക്കെ തുടച്ച് വൃത്തിയായി ഭംഗിയായി. വാ, ഇനി നമുക്ക് പാച്ച് ഒട്ടിക്കാം. ഇനിയാണ് നമ്മൾ സാധനം ഒട്ടിക്കാൻ പോകുന്നത്. അംജുകാക്ക് ഭയങ്കര മടിയായിരുന്നു ഈ സാധനം ഒട്ടിക്കാൻ. ഇത് ഒട്ടിക്കാനുള്ള മടിയായിരുന്നില്ല, കാല് എന്താ പറയുക, ബാത്റൂമിൽ കയറി വെറുതെ കാല് തേച്ച് ഉരച്ച് കഴുകണമല്ലോ എന്നുള്ള മടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തേച്ച് ഉരച്ച് കഴിഞ്ഞപ്പോൾ ആ മടി അങ്ങ് മാറിക്കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഒരു കാല് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത് നല്ല അമർത്തിയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം 8 മണിക്കൂർ അങ്ങനെ നിൽക്കണം. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് വേണം പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പുറത്തൊക്കെ പോവുകയും വേണം. കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഉരിച്ച് കളയാമെന്നാണ് വിചാരിച്ചത്. അതുവരെ കാലിലിരുന്നോട്ടെ വെച്ച്. അങ്ങനെ 2ാമത്തെ കാലിലും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ 2 കാലിലും നമ്മളുടെ ഫുഡ് ഡീടോക്സിനുള്ള ആ പാച്ചസ് നമ്മൾ 2 കാലിലും ഒട്ടിച്ചു കൊടുത്ത്. ഈ സാധനം ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ അംജിക്കാക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഈ രസം പിടിച്ചെന്നൊക്കെ പറയില്ലേ, കുഞ്ഞു കുട്ടികൾക്ക് മിഠായി കിട്ടി എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് വല്ലതും ചെയ്യുമ്പോൾ ഉള്ള സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാലിൽ തന്നെ ഒട്ടിക്കാൻ ഞാൻ വിചാരിച്ചത് എൻ്റെ കാലിൽ ഞാൻ തന്നെ സ്വയം ഇരുന്ന് ഒട്ടിച്ച്. എൻ്റെ കാലുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്നാലും വലുതാണ്, പക്ഷെ ശരിക്കും ചെറിയ കാലാണ്, മെലിഞ്ഞിട്ടുമാണ് കാല്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരുമായി ഇങ്ങനെ ചുളിഞ്ഞ് കുത്തിയിരിക്കുന്നത്. അംജുക്കാക്ക് നല്ല ഭംഗിയിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയിൽ വന്നതാണ്. ഞാൻ ഒട്ടിച്ചപ്പോൾ ഒരുമായി ഇങ്ങനെ എന്തൊരു ചുളുങ്ങി പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കാലിൽ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല സന്തോഷമായിട്ട്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കൊരു ഇതുണ്ടാവില്ലേ, എന്താവും 8 മണിക്കൂർ കഴിഞ്ഞാൽ എന്താകും, റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ഇതിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അംജുക്ക പറഞ്ഞ് ലെഗ് ഫൈറ്റ് കളിക്കാമെന്ന്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെൻ ഫൈറ്റ് കളിക്കില്ലേ, അതേപോലെ ഒന്നാണ് ഈ ലെഗ് ഫൈറ്റ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്ത് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇരുന്നത് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നത് ഈ ട്രൈപോഡിലാട്ടോ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത് കൂടുതലും. കുറേ പേര് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രേപ്സ് കഴിക്കാം. ഇവിടുത്തെ സീഡ്ലെസ് ഗ്രേപ്സ് എന്ത് ടേസ്റ്റാണെന്ന് പറയുക. ഇവിടുത്തെ മുന്തിരി ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ വന്നിരുന്ന് തണുപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചധികം തണുപ്പ് ഇന്ന് കുറവുണ്ടായിരുന്നു, തണുപ്പ് കുറവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗാർഡനിലൊക്കെ വന്നിരുന്ന് ഊഞ്ഞാലാടിയിട്ട് കുറേ വിശേഷമൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. വെറുതെ ചുമ്മാ കലപ്പില ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ബബിൾസ് വരുന്നത് കാണാൻ നല്ല രസമില്ലേ. ഇത് ആമസോണിലും ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ബബിൾസ് വരുന്ന സാധനം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ടെസ്കോ ഒക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പണ്ടൊട്ടേ ഈ ബബിൾസ് ഊതി കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതുവാണെങ്കിൽ ഊതേ ഒന്നും വേണ്ട, ചുമ്മാ ഇരുന്ന് ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ബബിൾസും കാര്യങ്ങളൊക്കെ ഊതി കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അപ്പോഴേക്കും നമുക്ക് പോകാൻ സമയമായി. ഇപ്പോ ഞങ്ങള് ക്രിസ്മസ് കരോളിന് പോവാണ്, ഇവിടെ ഇറങ്ങുവാണ്. കുറേ പേരും കുറേ ഫാമിലീസും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു രസമൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് ഓരോ ആൾക്കാർ മെയിനായിട്ട് എല്ലാവരും പരിചയപ്പെടാം.
പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. ആകെ ഈ ജോലിയും കഴിഞ്ഞ് അംജുകാക്ക് ഓഫിന്റെ ഇടയിൽ ഇതൊക്കെയാണ് ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അംജുകാക്ക് തീരില്ല, എനിക്കൂല ഞാനും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഇപ്പം നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ പോകും. അവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് കൊതിയായിട്ടാട്ടോ ശരിക്കും പോകുന്നത്. എനിക്ക് എങ്ങനെയാണ് കരോൾ, ഞാൻ ഇതുവരെ പോയിട്ടില്ല. കണ്ടിട്ടുണ്ട് നാട്ടിലുള്ളപ്പോ ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒക്കെ വേഷമൊക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അവർ മിഠായി തരും അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടുത്തെ എങ്ങനെയെന്ന് കാണാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ നടക്കാൻ പോവാം. നമുക്ക് ഒരുമിച്ച് കാണാം എങ്ങനെയാണ്. ഒരു 10 വീട്ടിലാണ് നമ്മൾക്ക് കരോളിന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ഹാളും അങ്ങനെയാണ്. നാട്ടിലത്തെ പോലെ റോട്ടിൽ കരോള് പാടില്ല, വീടിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് കരോളൊക്കെ ആഘോഷിക്കുന്നത്. കരോളൊക്കെ കഴിഞ്ഞ അമ്മച്ചൊക്കെ ഡാൻസ് കളിച്ചിട്ട് പൊന്നെ എന്തായിരുന്നു അവിടെ തകർക്കലെന്ന് അറിയോ. ഞാനും കളിച്ചു, പക്ഷെ അമ്മച്ചൊക്കെ പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇനി കുളിക്കും, വയ്യാത്ത കുട്ടിയൊക്കെ നോക്കി കുളിക്കട്ടെ, പോയി കുളിക്കട്ടെ. മറ്റേ കാലുണ്ടല്ലോ, അതെ കാല് അമ്മച്ചക്കാരുടെ കാല് നോക്കി കളിച്ചു. ഇങ്ങനെ അംജുക്ക നല്ല പോലെ വേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്റെ ഇങ്ങനെ അയ്യോ ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടിയിട്ട് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോ ഓട് കുളിക്ക്. ഇല്ലില്ല കുളിക്ക് വൈകിയർത്തൊട്ടേക്കുന്നു, ബെഡിലും ഇരിക്കാൻ പാടില്ല. പോ കുളിക്ക്, കുളിച്ചിട്ടാ ഇങ്ങോട്ട് വാ. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും ഫ്രഷ് ആവാൻ വേണ്ടി കയറി. എൻ്റെ മുഖം ഒക്കെ ആകെ ഈ കണ്ണെഴുതി കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഫുൾ കണ്ണങ്ങ് പരക്കും കൺമഷി. അത് ഞാൻ എത്ര വാട്ടർ പ്രൂഫ് കൺമഷി ആയിക്കോട്ടെ, എന്ത് ഐലൈനർ ആയിക്കോട്ടെ, എൻ്റെ കണ്ണ് പെട്ടെന്ന് പരക്കും. അത് ഞാൻ ഫേസ് വാഷും ക്ലെൻസറും ഒക്കെ ആയിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം, നല്ല പോലെ വാഷ് ചെയ്യണം. എനിക്ക് എന്താ പറയുക, മുഖം കഴുകി കിട്ടുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. മുഖത്ത് എന്തിട്ടാലും ശരി, അപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും ശരി, കൺമഷി ആണെങ്കിലും ശരി, ഇനി മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി, എനിക്കിങ്ങനെ കഴുകി കളയണം. കഴുകി കളയുന്ന വരെ അല്ലെങ്കിൽ എന്തൊക്കെയോ മുഖത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നും. ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യത്തില്ല. അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഫുൾ സെറ്റായി. ഗുഡ് നൈറ്റ് പറഞ്ഞു. ഞങ്ങള് രാത്രി കഴിഞ്ഞ അമ്മക്ക് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവാ. ഞങ്ങള് കിടക്കാൻ പോവാ. നാളെ രാവിലെ മോർണിംഗ് എഴുന്നേക്കും നമ്മളിനി. അല്ല അമ്മക്ക ഗുഡ് നൈറ്റ്. നീ ഇപ്പൊ പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യമില്ല. ഗുഡ് നൈറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും.
നമുക്ക് പക്ഷെ ഒരു 2 hours കൂടി കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴേ അതിങ്ങനെ കളയാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 8 hours ഒക്കെ ആവും. കാരണം നമ്മളിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 hours കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ 7 hours കഴിഞ്ഞ് 1 മണിക്കൂറും കൂടി ഉള്ളൂ. ഞങ്ങളിപ്പോൾ കിടന്നുറങ്ങൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ അംജുക്ക് ഉറങ്ങും. അംജുക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ, കിടന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങും. പിന്നെ ഞാൻ എത്ര വിളിച്ചോ എഴുന്നേക്കേ ഇല്ല, ഉറക്കത്തിൽ നിന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ്. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ, പാച്ചസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ അംജുക്ക കിടന്നോ, നീ ഉറങ്ങിയിരുന്നിരുന്നത്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ കിടന്ന് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ ഉരിച്ച് കളയുന്നതാണ് വിചാരിച്ചത്. പക്ഷെ കിടന്നതേ ഓർമ്മയുള്ളൂ, സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങി. സുഖമായി ഉറങ്ങിയെന്ന് വെച്ചാൽ സുഖമായി ഉറങ്ങി. എന്നിട്ട് ഇതേ ഇപ്പോഴേ എഴുന്നേക്കുന്നത്. ഞങ്ങൾ എന്നും എഴുന്നേക്കുന്ന സമയം 6 മണിക്ക് എഴുന്നേറ്റ് ആ സ്റ്റിക്കർ ഊരി, സംഭവം ഊരി കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ തന്നെ കറുത്തിരിക്കുന്നുണ്ട്. കറുത്ത് ഒരു ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ ഇങ്ങനെ കുറേ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വൃത്തികെട്ട മണം ഉണ്ടായിരുന്നു ഊരി കഴിഞ്ഞപ്പോൾ. ആ മണത്ത് നോക്കിയപ്പോൾ ഒരു ജാതി മണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് വോക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി, സുഖമായി ഉറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ്, കിടന്നു കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ഉറങ്ങും. അതുകൊണ്ട് അറിയില്ല. ഒത്തിരി പേര് അതിൽ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും വോക്കിംഗ് ആണ്, അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു 5 times ഒക്കെ യൂസ് ചെയ്തപ്പോൾ എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനീഗർ അതിൽ ഓൾറെഡി ഉണ്ട്. അതും നമ്മുടെ സ്വെറ്റും നമ്മുടെ വിയർപ്പുണ്ടല്ലോ അതും ഇതും കൂടി മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ കളർ ചേഞ്ച് വരുന്നത്. അത് റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതൊരു തരത്തിലൊരു കുഞ്ഞ് സ്കാമാണ്. ആ കളർ മാറുന്നത് ഒരു തരത്തിൽ സ്കാമാണ്. ഇത് പിന്നെ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാലും ഈ ഒരു കറുത്ത കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കളർ മാറി നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്നാൽ ഇത് ഫുള്ള് തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്തായാലും ഒന്നുണ്ട്, ഇത് FDA അപ്രൂവ്ഡ് അല്ല. ഈ ഒരു സാധനം FDA അപ്രൂവ്ഡ് അല്ല. പിന്നെ ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആണെന്ന് വെച്ചാൽ അതുമല്ല. എന്നാൽ ഇത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലെയിം ചെയ്യണ ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയൊക്കെ. എൻ്റെ മനസ്സിൽ ഇതൊരു സ്കാമാണ്. സ്കാം എന്ന് പറയുമ്പോൾ ഇതൊരു തട്ടിപ്പ്, ഒരു അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ബോഡി ടോക്സിൻസ് എന്താ പറയുക റിമൂവ് ചെയ്യണമെങ്കിൽ ഇതേപോലെ പാച്ചസിനൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ബോഡി തന്നെ ചെയ്യും. നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കാം. ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഉള്ളിലത്തെ ഇമ്പ്യൂരിറ്റീസും ഒക്കെ അല്ലെങ്കിൽ ഈ ഹാംഫുൾ ടോക്സിൻസൊക്കെ പുറത്തു വിടാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. പിന്നെയെന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡുകൾ കഴിക്കുക. പിന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അത് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഈ ഷുഗർ കട്ട് ഓഫ് ചെയ്യുക, നമ്മളെ ഷുഗർ ഇൻടേക്ക് ഒക്കെ കട്ട് ഓഫ് ചെയ്യുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിലത്തെ ടോക്സിൻസ് നമുക്ക് അല്ലെങ്കിൽ ബോഡി ഡീടോക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ പറയാണ്, എന്തോരം റിവ്യൂസും ഫീഡ്ബാക്കും ഉള്ള ഒരു പ്രോഡക്റ്റാണെന്ന് അറിയോ ഈ ഫുഡ് പാച്ചസ്. അതിൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 5 days ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും, അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറൽ ഹാക്കാണോ അത് അല്ല, ഒരു വൈറൽ പ്രോഡക്റ്റാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതേപോലത്തെ വൈറൽ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. ബൈ. അംജുക്ക് റെഡി ആവാൻ പോയി. അതാണ് അംജുക്ക് ഇല്ലാത്തത്. എനിക്ക് കണ്ണിലൊക്കെ ഇപ്പോഴും ഉറക്കം ഇരിക്കുന്നു. ഞാനപ്പോൾ പോയിട്ട് ഞാനും സെറ്റ് ആവട്ടെ, കാര്യങ്ങളാക്കട്ടെ. ബൈ.